തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35യുടെ തകരാറുകൾ പരിഹരിച്ചു. ബ്രിട്ടീഷ് നാവികസേന മേധാവിയുടെ അനുമതി ലഭിച്ചാൽ വിമാനം തിരികെ ബ്രിട്ടനിലേക്ക് പറക്കും. മനീഷ് മഹിവാൽ തിരുവനന്തപുരം നിന്ന് വിമാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, യഥാർത്ഥത്തിൽ അതിൻ്റെ തകരാറെല്ലാം പൂർണ്ണമായും പരിഹരിച്ചോ? അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേസമയം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഇതെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട തകരാറുകളായിരുന്നു ഈ യുദ്ധവിമാനം F-35Bക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവും മറ്റൊന്ന് ഓക്സിലറി പവർ യൂണിറ്റിലെ ചില തകരാറുകളുമായിരുന്നു. ഇന്ധനം കുറഞ്ഞതിൻ്റെ പേരിൽ ആയിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അങ്ങനെ ഇന്ധനം കുറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന ഒരു തകരാറാണ് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവ്. അത് ആദ്യം പരിഹരിച്ചു. പക്ഷേ പിന്നീടാണ് ഈ ഓക്സിലറി പവർ യൂണിറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷേ അത് പരിഹരിക്കാൻ നിലവിലുണ്ടായിരുന്ന പൈലറ്റിനോ അല്ലെങ്കിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധർക്കോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 6-ാം തീയതിയാണ്, ഈ മാസം 6-ാം തീയതിയാണ് 24 അംഗ സംഘം പ്രത്യേക വിമാനത്തിൽ, അതായത് ബ്രിട്ടൻ്റെ വ്യോമസേന വിമാനത്തിൽ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിലെത്തിയത് 24 സംഘം ഉണ്ടായിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക സാങ്കേതിക വിദഗ്ധരും ഒപ്പം തന്നെ ഈ യുദ്ധവിമാനം F-35B ഉണ്ടാക്കിയ കമ്പനി, അമേരിക്കൻ കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധരടക്കമുള്ള സംഘം എത്തി. അത് ഒരു ആഴ്ചയിലേറെയായി നിലവിൽ പണിപ്പുരയിലായിരുന്നു. അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് നിലവിൽ ഹാങ്ങറിലായിരുന്നു ഉണ്ടായിരുന്നത്. എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ ഒരാഴ്ചയോളം അത് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതിനെ പരിഹരിച്ച് ഇന്നലെ അതിൻ്റെ എൻജിൻ ക്ഷമത കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ ഒപ്പം തന്നെ വ്യോമസേന മേധാവിയുടെ കൂടി അനുമതി ലഭിച്ചാൽ അതിന് പറന്നുയരാൻ സാധിക്കും. ബ്രിട്ടീഷ് പാർലമെൻറ്റിലടക്കം വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ഇത്തരത്തിൽ അത്യാധുനിക ലോകത്തിലെ ഏറ്റവും തന്നെ വിലയേറിയ യുദ്ധവിമാനങ്ങളൊന്നായ F-35B ഇങ്ങനെ ഒരു സൈനിക അഭ്യാസത്തിനിടയിൽ അറബിക്കടലിന് മുകളിൽ വെച്ച് ആകാശത്തിൽ വെച്ചത് അതിന് തകരാറ് സംഭവിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ധനം കുറയുന്നു. അതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി വലിയ വിവാദമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ നടക്കം വലിയ രീതിയിലുള്ള ട്രോളുകളടക്കം ഇറങ്ങി. ഒരു മാസത്തിലധികമായി അത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര ബേയിൽ തന്നെയായിരുന്നു. അത് ഹാങ്ങറിലേക്ക് മാറ്റാൻ അവിടെയുള്ള വ്യോമസേന അനുമതി നൽകിയിരുന്നില്ല. കാരണം അത്രത്തോളം രഹസ്യ സ്വഭാവങ്ങൾ അടങ്ങിയ ഒരു യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റാൻ അതിൻ്റെ വ്യോമസേന അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അവിടെ നിന്നും ഔദ്യോഗികമായി തന്നെ അതിനുള്ള ടെക്നീഷ്യന്മാർ നേരിട്ടെത്തി പരിഹരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അത് അടുത്ത ആഴ്ചയോടെ പറക്കും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഇന്ന് മറ്റൊരു യുദ്ധവിമാനത്തിൽ അവിടേക്ക് ബ്രിട്ടനിലേക്ക് മടങ്ങും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു.